ഹായ് ഗൈസ്, അങ്ങനെ നിങ്ങളുടെ +1 ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്നു. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു 9-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങാമെന്നുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ കൃത്യമായി ഓരോ ദിവസം ഏതൊക്കെ പരീക്ഷ എന്ന ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് എടുത്ത് തീരുകയാണൊക്കെ നമുക്ക് കൃത്യമായി നമ്മുടെ ടൈം ടേബിൾ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം 9-ാം തീയതി മൺഡേ നിങ്ങളുടെ പാർട്ട് 2 ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിലൂടെയാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ പരീക്ഷയൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർനൂൺ ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 1:30 ശേഷമാണ് നിങ്ങളുടെ പരീക്ഷ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും ഭക്ഷണമൊക്കെ ബിരിയാണി ഒന്ന് കഴിച്ച് പരീക്ഷയ്ക്ക് പോയത് ലാസ്റ്റ് എന്ത് വരും, പരീക്ഷ ആൾ കടന്ന് ഉറങ്ങേണ്ടി വരും. ശ്രദ്ധിച്ചോ. രണ്ടാമത് ട്യൂസ്ഡേ ആണ് 10-ാം തീയതി വരാൻ വേണ്ടി ഇംഗ്ലീഷ്. അപ്പോൾ ലാംഗ്വേജ് പരിപാടി ആദ്യമേ അങ്ങ് തീർത്ത് വെച്ചു കേട്ടോ. സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പരീക്ഷ വെനസ്ഡേ നടക്കാൻ വേണ്ടി പോകുന്നത് 11-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്ക് എന്തുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്. കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി 12-ാം തീയതി പാർട്ട് 3 ലാംഗ്വേജ് അഥവാ സൈക്കോളജി. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഓരോ ആളുകൾക്ക് ഏതാണോ അതനുസരിച്ചായിട്ട് പരീക്ഷ ഉണ്ടായിരിക്കുക. ഇനി ഫ്രൈഡേ വെള്ളിയാഴ്ച എക്കണോമിക്സ് ആണ് അല്ലെ. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകൾ എവിടെ കടന്നുപോയി, ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ കടന്നുപോയി. അപ്പോൾ ഇനി 2 ദിവസം പഠിക്കാൻ സമയമുണ്ട്. ശനിയും ഞായറും പഠിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച വരുന്ന പരീക്ഷ ഏതാ? തിങ്കളാഴ്ച വരാൻ വേണ്ടി പോകുന്ന പരീക്ഷ കൊമേഴ്സുകാർക്ക് സംബന്ധിച്ചോളം അക്കൗണ്ടൻസി ആണ്. 2 ദിവസം ഇഷ്ടംപോലെ പഠിക്കാൻ സമയമുണ്ട്. അതുപോലെ ജിയോഗ്രഫി ഉണ്ട്, ജിയോളജിക്കാർക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, പഠിച്ചു വെക്കുക. റെഡി. ഇനി 17-ാം തീയതി ചൊവ്വാഴ്ച വരാൻ വേണ്ടി പരീക്ഷ ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ശ്രദ്ധിക്കുക, 3 സബ്ജക്റ്റ് ആണ്. ഇനി വെനസ്ഡേ ബുധനാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ സോഷ്യോളജി അഥവാ ആന്ത്രപ്പോളജി. സോഷ്യോളജിയും ആന്ത്രപ്പോളജിയുമാണ് എവിടെ നടക്കുന്നത്, പിന്നെ ബുധനാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ. ഏറ്റവും അവസാനം 19-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ അതില്ലെങ്കിൽ എന്താണ് പിന്നെ ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ. അങ്ങനെ ഈ 3 സബ്ജക്റ്റുകളാണ് ഏറ്റവും അവസാന പരീക്ഷയായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ SSLC ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ഒഫീഷ്യലി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ആദ്യത്തെ സീരിയസ് എക്സാമാണ് ക്രിസ്മസ് പരീക്ഷ എന്ന രീതിയിൽ നിങ്ങൾ അതിനെ കണക്കാക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും വേഗം ലൈവിൻ്റെ നമ്മുടെ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് സാർ എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് എടുക്കേണ്ടത്, ഞാൻ പഠിക്കേണ്ടതെന്നൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് ഒരുപാട് ലൈവ് സീരീസും വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് എന്താണ്, ഉത്സവ രാവുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ നമ്മൾ തിമിർത്തും സെറ്റാക്കും. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ പരീക്ഷയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. പരീക്ഷ എളുപ്പമാവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, വിഷയമാണ്. അപ്പോൾ നമ്മളെ ലൈവ് സീരീസുകളായിട്ട് വീഡിയോസുമായി ഇനിയും കാണുന്നവരെ മക്കളെ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.